കോഴിക്കോട് പയ്യോളിയിൽ 8ാം ക്ലാസ്സുകാരന് ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ 13കാരന്റെ കർണപടം തകർന്നു. പരാതി നൽകിയിട്ടും പോലീസ് ഇടപെടൽ വൈകിയെന്ന് കുടുംബം ആരോപിച്ചു. ഫുട്ബോൾ താരമായ വിദ്യാർത്ഥി പരിശീലനം കഴിഞ്ഞു മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികളാണ് 13കാരനെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ കുട്ടിയുടെ കർണപടം തകർന്നു. 2 ആഴ്ച മുൻപ് നടന്ന മർദ്ദനത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തുവന്നത്. ഗുരുതരമായി പരുക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. പേരും സ്കൂളും ചോദിച്ച് സ്കൂൾ പറഞ്ഞപ്പോ അടിച്ച്. എന്റെ സ്കൂളല്ല, വേറെ സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ്. തലക്കും ചെവിക്ക് അടിച്ച് ചായിട്ടൊക്കെ ചെയ്തു. ചെവിക്ക് പാടൊക്കെ ഹോൾസ് ഉണ്ട്. അന്ന് തലവേദന ഒക്കെ ഉണ്ടായിരുന്നു. ചെവി അടയൊക്കെ ചെയ്തു. ഇരു സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. എന്നാൽ മർദ്ദിച്ചവരെ മുൻ പരിചയമില്ലെന്നാണ് കുടുംബം പറയുന്നത്. മകനെ അറിയാത്ത കുട്ടികളാണിത്. അവന് ഒരു പേരറിയില്ല, ഇത് സ്കൂളാ പഠിക്കുന്നതെന്നൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് പയ്യോളി സ്കൂളിലെ കുട്ടികളാണ് എന്നുള്ളത് അറിഞ്ഞത്. അവരൊരു വീഡിയോ, അവർ അടിക്കുന്ന സമയത്തെടുത്ത വീഡിയോ നമ്മുടെ കയ്യിലെത്തി. അതിനുശേഷം അടി ഇത്രയും ഗൗരവത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. പിന്നെ ഇവരെ കൂട്ടത്തിലുള്ള കുട്ടികൾ അതിന്റെ മുന്നേ, ഒരു മാസം മുന്നേ നന്ദിയിൽ ഒരു കുട്ടിന്റെ വീട്ടിൽ വന്നിട്ട് അടിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന് കുടുംബം ആരോപിച്ചു. 10 ദിവസമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥ ഇല്ലെന്ന മറുപടിയാണ് പോലീസിൽ നിന്ന് ലഭിച്ചതെന്നും കുടുംബം. ഇനി എന്തെല്ലോ റിപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാനുണ്ട്. നമ്മളടുത്ത് മൊഴിയെടുക്കാൻ വരൂ. മൊഴിയൊരിക്കലെടുത്തതാ ബസ്സിൽ. പിന്നെ അങ്ങനല്ല പറഞ്ഞത്. അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക, അങ്ങനത്തെ ഒരു ഇതിൽ നമുക്കൊരു നീതിയില്ല. അവര് കുറ്റം ചെയ്തവരുടെ ഭാഗത്ത് നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് നീതി, നിയമപരമായിട്ടൊരു നീതിയും കിട്ടാത്ത തരത്തിലാണ് പോലീസുകാർ നമ്മളോട് പെരുമാറിയത്. സാരമായി പരിക്കേറ്റതിനാൽ കുട്ടിക്ക് ഡോക്ടർമാർ 3 മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പയ്യോളി.